ഹലോ, എല്ലാ കൂട്ടുകാർക്കും കല്ലൂസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് എൻ്റെ അഡീനിയൻ സുന്ദരിമാരുമായിട്ടാണ് വന്നേക്കണേ. ഈ അഡീനിയൻ സുന്ദരിമാർക്ക് ഞാൻ എന്താണ് കെയറിങ് കൊടുക്കുന്നതെന്ന് എല്ലാവർക്കും അറിയണ്ടേ. എൻ്റെ അഡീനിയൻ സുന്ദരിമാരെ ഞാൻ ആദ്യം തന്നെ പോട്ടി മിക്സ് കൊടുക്കുന്നത് മണലും ചകിരിച്ചോറ് അല്ലെങ്കിൽ ഉമി, ചാണകപ്പൊടി, സാഫ് ഇത്രയിലുമാണ് ഞാൻ നടുന്നത്. നട്ട് കഴിഞ്ഞിട്ട് ഒരു 3-4 ദിവസം കൂടുമ്പോൾ ഞാൻ സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. കാരണം എപ്പോഴും ഫംഗിസൈഡ് നമ്മൾ നേരത്തെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. നമ്മൾ ഫംഗസ് വന്നു കഴിഞ്ഞിട്ട് സ്പ്രേ ചെയ്യണേക്കാളും നല്ലത് എപ്പോഴും നേരത്തെ അടിച്ചു കൊടുത്താൽ അത് വരാതിരിക്കാൻ നോക്കാം. അപ്പോൾ അത് 3-4 ദിവസം കൂടുമ്പോൾ സാഫ് സ്പ്രേ ചെയ്താൽ നമ്മുടെ ഇലകളെല്ലാം നല്ല കരുത്തോടുകൂടി വരികയും ചെയ്യും. നല്ല പൂക്കൾ പെട്ടെന്ന് പിടിച്ച് കിട്ടുകയും ചെയ്യും. പിന്നെ 3-4 ദിവസം കൂടുമ്പോൾ മാത്രം നന കൊടുക്കുക. ഞാനിത് ടെറസിലാണ് വച്ചിരിക്കുന്നത്, മഴ കൊള്ളാത്തടുത്താണ്, അതുകൊണ്ട് നല്ല അത്യാവശ്യം വെയിലും കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിലും ഒരു 4 ദിവസം കൂടുമ്പോഴെങ്കിലും വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട്. ശരിക്കും അതിൻ്റെ മണ്ണ് ഉണങ്ങിയതിന് ശേഷം മാത്രം നമ്മൾ നനച്ചു കൊടുത്താൽ മതി. അടിയിൽ എത്രത്തോളം ഈർപ്പം നിലനിൽക്കുന്നുണ്ട് നമുക്കറിയാൻ പറ്റില്ല. മേൽമണ്ണ് ഉണങ്ങിയിട്ട് കാര്യമില്ല, വെള്ളം നല്ലോണം ഡ്രൈ ആയെന്ന് അറിഞ്ഞാൽ മാത്രം നമ്മൾ നനച്ചു കൊടുത്താൽ മതി. ഇതിൻ്റെ ഒക്കെ വെള്ളം അതൊന്നും ശരിയായില്ലെങ്കിൽ ഇതിൽ പൂ പിടിക്കാനും താമസം ഉണ്ടാവും. ഇത് കണ്ടു, ഇതുപോലെയുള്ള കളകളൊന്നും ഞാൻ പറിച്ച് കളയാറില്ല. കാരണം മണ്ണ് ഡ്രൈ ആയാലും അടിയിൽ ഈർപ്പം ഉണ്ടാവും. അപ്പം നമുക്ക് ഇത് ഇങ്ങനെ നിൽക്കണമെങ്കിൽ അടിയിൽ നല്ല ഈർപ്പമുണ്ട്, അതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും. ഇനി ഇത് ഉണങ്ങുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കും ഞാൻ. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ നന ഞാൻ ചെയ്യുന്നത്. 4 ദിവസം കൂടുമ്പോഴേക്കേ നനയ്ക്കുള്ളൂ. പിന്നെ ഇതിൻ്റെ വളം ഞാൻ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡീനിയം കെയർ എന്ന് പറഞ്ഞിട്ട് ഒരു വളമുണ്ട്. അഡീനിയം കെയർ എന്ന് പറഞ്ഞാൽ ഓൺലൈൻ വാങ്ങിക്കാൻ കിട്ടുന്നതാണത്. അഡീനിയം കെയറിൻ്റെ അത് ഒരു കറുത്ത പൊടി പോലത്തെ അത് ഒരു സ്പൂൺ എടുത്തിട്ട് ചട്ടിയുടെ സൈഡിൽ കൂടി, വേരിൽ തട്ടാതെ ചട്ടിയുടെ സൈഡിൽ കൂടി ഒരു 2 വീക്സ് കൂടുമ്പോൾ അത് ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ വേറെ പ്രത്യേകിച്ച് വളങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ശ്രദ്ധിക്കുമല്ലോ, നല്ലോണം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് ഇതേപോലെ ബൊക്കെ നിൽക്കുന്ന പോലെയല്ലേ, പൂത്തുലഞ്ഞ് നമുക്ക് നിറച്ച് പൂക്കൾ തരും. ഇത് ഒരു മൾട്ടിപെറ്റൽ ഞാൻ വാങ്ങിയതാണ്. മൾട്ടിപെറ്റൽ വാങ്ങിയിട്ട് അതിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്യുന്ന സിംഗിൾ പെറ്റലിലാണല്ലോ, അപ്പോൾ അതുകൊണ്ടായിരിക്കും അതിൻ്റെ താഴത്തുനിന്ന് വന്ന ബ്രാഞ്ചിൽ സിംഗിൾ പെറ്റലും ശരിക്കും ഗ്രാഫ്റ്റ് ചെയ്തതിൽ മൾട്ടിപെറ്റലുമായിട്ടാണ് നിൽക്കുന്നത്. കണ്ടോ, സിംഗിൾ പെറ്റൽ നമ്മുടെ സാധാ നോർമൽ അഡീനിയം സിംഗിൾ പെറ്റൽ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ അഡീനിയത്തിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്കും ഉപകാരപ്രദമാവുമെന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞതിൽ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാൻ. കണ്ടോ, ഇത് ആദ്യമായിട്ട് പൂവിട്ടതാട്ടോ ഒരു കുഞ്ഞൻ, അത് കൊഴിഞ്ഞു പോയി. ഒരു കുഞ്ഞു ചെടിയാണ്, അതിൻ്റെ അകത്ത് താങ്ങാൻ പറ്റുന്നില്ല പൂവിന്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരും വരെ ബൈ.